ഒരു മിക്സിയുടെ മീഡിയം സൈസ് ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ നല്ല ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വേവിച്ച ചോറ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 കപ്പ് അരി 36 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെച്ചത് നമുക്ക് അരിപ്പ വെച്ച് തോർത്തിയെടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ജീരകം, ഉപ്പ്, ചോറ്, തേങ്ങാപ്പീര, അരി, വെള്ളം എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയുടെ രണ്ടാമത്തെ സ്പീഡിലിട്ട് ഒരു 30 സെക്കൻഡ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് വെക്കാം. ഇനി ഒരു 8 ചെറിയ ഉള്ളിയും ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് എടുത്ത് വെക്കാം. ഈ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ആ തേങ്ങാക്കൊത്തും കൂടെ നമുക്കൊരു പാനിലേക്കിട്ട് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. 150 ഗ്രാം മറയൂർ ശർക്കര നമുക്ക് ഗ്യാസിൽ ഒരു പാനിൽ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് അലിയിച്ചെടുക്കാം. പച്ചരി, ജീരകം, ചോറ്, തേങ്ങാപ്പീര, ഉപ്പ്, വെള്ളവും കൂടെ ചേർത്ത് അരിച്ചതിലേക്ക് ഒരു അരിപ്പ വെച്ച് നമ്മുടെ ശർക്കര പാനി അരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ നിർത്താതെ 1 മിനിറ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. 1 മിനിറ്റ് കറക്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഗ്യാസ് കത്തിച്ച് അതിലേക്ക് 1 ലിറ്ററിൻ്റെ അലുമിനിയം കുക്കർ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ആ കുക്കർ ഒന്ന് നന്നായിട്ട് ചുറ്റിച്ച് ആ എണ്ണ എല്ലായിടത്തും വരുന്ന പോലെ ആക്കിയിട്ട് തിരിച്ച് കുക്കർ ഗ്യാസിൽ തന്നെ വെക്കാം. കുക്കറിലേക്ക് 1 മിനിറ്റ് നിർത്താതെ ഇളക്കിക്കൊണ്ടിരുന്ന ആ മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മാവിന് നല്ല ചൂടുണ്ട്, ശർക്കരപ്പാനിക്ക് ചൂടുള്ളത് കൊണ്ട് തന്നെ മാവിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടെ വിതറി കൊടുക്കാം. 1 മിനിറ്റ് ഗ്യാസ് ഫുള്ളേ വെച്ചിട്ട് കുക്കർ അടച്ചിട്ട് ഗ്യാസ് കൂടുതലുള്ള ഗ്യാസ് ബർണറിൽ നമ്മുടെ കുക്കർ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു 15 മിനിറ്റ് വെയിറ്റ് ഇടാതെ നമുക്ക് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. കലത്തപ്പം നന്നായിട്ട് ആറിക്കഴിയുമ്പം ഒരു കത്തി എടുത്തിട്ട് എൻ്റെ ചുറ്റിനും നമുക്കൊന്ന് വിടുവിച്ചെടുക്കാം. ഈ കുക്കറിൻ്റെ അകത്തേക്ക് കൈ ഇട്ടിട്ട് കലത്തപ്പം നമുക്ക് കൈ കൊണ്ട് അകത്തിൽ നിന്ന് വിടുവിച്ചെടുത്ത് പ്ലേറ്റിലേക്ക് വെക്കാം. ഇനി ഒരു കത്തി വെച്ച് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അതിനകത്ത് ആര് വന്നിട്ടുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. എന്നാലേ നമ്മുടെ കലത്തപ്പം പെർഫെക്റ്റ് ആയെന്ന് പറയാൻ പറ്റൂ. നന്നായിട്ട് ആര് വന്നിട്ടുണ്ട്. നമുക്ക് നടുവേയും കൂടെ ഒന്ന് പൊളന്ന് നോക്കാം. അതിനകത്ത് നന്നായിട്ട് ആര് വന്നിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കാതെ നമുക്ക് നല്ല കലത്തപ്പം ഉണ്ടാക്കണമെങ്കിൽ 36 മണിക്കൂർ പച്ചരി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇടണം. അതുപോലെ തന്നെ പച്ചരി, ജീരകം, ഉപ്പ്, ചോറ്, തേങ്ങാപ്പീരയും വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ അരച്ചതിലേക്ക് ചൂടുള്ള ശർക്കരപ്പാനി തന്നെ നമ്മൾ ഒഴിക്കണം. എന്നിട്ട് ആ ചൂടോടെ വേണം നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അലുമിനിയം കുക്കർ മാത്രമേ കലത്തപ്പം ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യാവൂ.